ജോയ്, PCC പ്രസിഡന്റ് ശ്രീ ലൈജു ജോസഫ്, സ്റ്റുഡന്റ് ലീഡർ എബ്രഹാം ബിനു, വിശ്വാസ പരിശീലകയായ ശ്രീമതി ലിൻസി ജോജോ, സിസ്റ്റേഴ്സ്, ബ്രദർ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, കത്തോലിക്ക സഭ ഈ പ്രത്യേക കാലഘട്ടത്തിൽ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിശ്വാസ പരിശീലനത്തിലാണ്. നമ്മുടെ ഇടവക സമൂഹം ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്തിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിശ്വാസ പരിശീലനം. നമ്മുടെ കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് ആലോചിച്ചാൽ നമ്മുടെ കുടുംബങ്ങളും ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിശ്വാസ പരിശീലനത്തിൽ തന്നെയാണ്. വെല്ലുവിളികൾ ഏറെ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാമെന്ന് ഓരോ വ്യക്തിയും ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളതിൽ. എന്തുകൊണ്ടും ഈ വിശ്വാസ പരിശീലന വാർഷിക ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രൂപത, നമ്മുടെ ഫൊറോന, നമ്മുടെ ഇടവക, നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം ഇതിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഇന്നത്തെ വിശ്വാസ പരിശീലന വാർഷികം. നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദിവസത്തിൽ കടപ്പെട്ടിരിക്കുക നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് നമ്മുടെ ഇടവകയിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടാണ്. വികാരിയച്ഛൻ വികാരിയായി ചാർജ് എടുത്തപ്പോൾ മുതൽ വിശ്വാസ പരിശീലനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു അനുഭവമാണ് നമുക്കൊക്കെ ഉണ്ടായത്. പല കാര്യങ്ങളും പല തലത്തിൽ ചർച്ച ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി. അങ്ങനെ വിശ്വാസ പരിശീലന വിഭാഗം ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നൽകുന്നു. ബഹുമാനപ്പെട്ട ടോപ്പുളച്ച ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അങ്ങയെ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത അതിന്റെ വിശ്വാസ പരിശീലന രംഗം ലോകത്തിന് മുഴുവൻ തന്നെ ഒരു മാതൃകയാക്കി മാറ്റിയതിന് ആരോടാണ് ഏറെ കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്കൊക്കെ പറയാനാകും, അത് മറ്റാരോടുമല്ല, ഇന്ന് നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ജിബി പൂച്ചക്കാട്ടച്ഛനോട് തന്നെയാണ്. ആലോചിച്ചു കഴിഞ്ഞാൽ ജിമ്മി പൂച്ചക്കാട്ടച്ഛൻ കാൻസർ ഡയറക്ടറായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം ദൈവം എനിക്കും നൽകുകയുണ്ടായി. നമുക്കൊക്കെ അറിയാം, ഞായറാഴ്ച മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിനപ്പുറത്തേക്ക് പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസ പരിശീലനം എന്ന ഒരു മുദ്രാവാക്യം മനസ്സിൽ കണ്ട് വിശ്വാസ പരിശീലന പരിപാടികളുടെ മുഖച്ഛായ തന്നെ ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ഛൻ മാറ്റിയെടുക്കുകയുണ്ടായി. നാം ഇന്ന് കാണുന്ന എലൈവ്, എൻലൈറ്റ്, അഡോപ്റ്റ് ഫാമിലി, ഔട്ട്റീച്ച് പ്രോഗ്രാം, ഇങ്ങനെ നിരവധി പ്രവർത്തന തലത്തിലുള്ള വിശ്വാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം ഇത്തരം പരിപാടികളൊക്കെ നവീകരിക്കുകയുണ്ടായി. എല്ലാത്തിനും നിയതമായ രൂപരേഖയും മാർഗനിർദ്ദേശവും അദ്ദേഹം രൂപപ്പെടുത്തി. അങ്ങനെ നമ്മുടെ അതിരൂപത മറ്റ് പല രൂപതകൾക്കും മറ്റു റീതികളിൽപ്പെട്ട രൂപതകൾക്കും ഒക്കെ നമ്മുടെ വിശ്വാസ പരിശീലന മേഖല ഒരു മാതൃകയായി മാറുകയുണ്ടായി. ആത്മാർത്ഥത നിറഞ്ഞ, കഠിനാധ്വാനം നിറഞ്ഞ, വളരെയേറെ ശ്രദ്ധ നൽകി ഒരു നേതൃത്വമായിരുന്നു ജിമ്മി പൂച്ചക്കാട്ടച്ഛൻ നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്തിന് ആ കാലഘട്ടത്തിൽ നൽകിയത്. ഇന്നേ ദിവസം ഈ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അച്ഛനെ തന്നെ നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ഛൻ
ഈ ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ അങ്ങേക്ക് ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. മാതൃകാപരമായ ജീവിതം കൊണ്ട് നമ്മുടെ ഫൊറോനയിൽ യുവാക്കൾക്ക് ഒരു മാതൃകയായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബൈജു പൗലോസ്. ജീസസ് യൂത്ത് കൂട്ടായ്മയിലും മതബോധന രംഗത്തും ദീർഘകാലമായിട്ട് അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ആശംസകൾ നേരുന്നതിനായിട്ട് ഫൊറോന കാറ്റലിസം കൗൺസിലിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ പ്രൊമോട്ടറായ ശ്രീ ബൈജു പൗലോസ് എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീ ബൈജു പൗലോസിന് ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാരും വൈസ് ചെയർമാനും വളരെ അകൈതവമായ പിന്തുണയാണ് വിശ്വാസ പരിശീലന പരിപാടികൾക്ക് നൽകുന്നത്. കുർബാനയ്ക്ക് മുൻപ് വികാരിച്ചൻ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ കൊടുക്കാനിരുന്ന പ്രൈസ് മണിയുടെ ഇരട്ടി കൊടുക്കണമെന്ന് നമ്മുടെ പാരിഷ് കൗൺസിൽ നിർദ്ദേശിച്ചു. പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈക്കാരന്മാരും വൈസ് ചെയർമാനും നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. അവരെ പ്രതിനിധീകരിച്ച് ശ്രീ വർഗീസ് മേൽക്കാതുരുത്തിയാണ് വേദിയിൽ നമുക്ക് വേണ്ടി ആശംസകൾ നേരുക. നമ്മളെ ഏറെ സഹായിക്കുന്ന കൈകാരൻ ശ്രീ വർഗീസ് മേൽക്കാതുരുത്തിക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. വിശ്വാസ പരിശീലനം എപ്പോഴും മാതാപിതാക്കളുടെയും മതാധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു സംയുക്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് നാം എല്ലാം പറയാറുണ്ട്. നമുക്ക് വളരെ സജീവമായിട്ടുള്ള ഒരു PCC ഈ വിശ്വാസ പരിശീലന വിഭാഗത്തിനുണ്ട്. ഇന്ന് ഇവിടെയുള്ള ക്രമീകരണങ്ങൾ പലതും ഭംഗിയാക്കുന്നതിന് PCC നമ്മളെ സഹായിച്ചു. PCC പ്രസിഡന്റും നമ്മുടെ വാർഡ് മെമ്പറും കൂടെ ആയിട്ടുള്ള ലൈജു ജോസഫ് വേദിയിൽ നമ്മോടൊപ്പം സന്നിഹിതനാണ്. ശ്രീ ലൈജു ജോസഫിന് ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് നേതാവായിട്ട് വേദിയിൽ എത്തിയിരിക്കുന്നത് 12ാം ക്ലാസ്സിലെ ശ്രീ എബ്രഹാം ബിനു ആണ്. അദ്ദേഹവും നമ്മുടെ മതബോധ വിഭാഗത്തിലെ ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. ആശംസകൾ നേരുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എബ്രഹാം ബിനുവിന് എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെയുള്ള കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ പിന്നിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗിസം സെക്രട്ടറി ശ്രീ ജോയി അവர்களാണ്. ഓടാനും കഠിനാധ്വാനവും ഫിസിക്കൽ എഫർട്ടും ഒക്കെ ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകുന്ന നമ്മുടെ കാറ്റഗിസം സെക്രട്ടറി ശ്രീ ജോയിക്ക് ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വിശ്വാസ പരിശീലകർ എല്ലാവരും തന്നെ വിശ്വാസ ജീവിതത്തിൽ പലർക്കും മാതൃകയാണ്. നമ്മുടെ ഇടവകയിൽ എല്ലാവർക്കും തന്റെ വിശ്വാസ ജീവിതത്തിന് ഉദാത്തമായ മാതൃക നൽകുന്ന ഒരു വിശ്വാസ പരിശീലകയാണ് ശ്രീമതി ലിൻസി ജോജോ. ഇന്ന് കൃതജ്ഞതാ പ്രകാശനം നടത്തുന്നതിനായി ശ്രീമതി ലിൻസി ജോജോ ഈ വേദിയിലുണ്ട്. ശ്രീമതി ലിൻസി ജോജോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. വേദിക്ക് പുറമെയായി നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയുടെ വൈസ് ചെയർമാൻ ശ്രീ MO ജോൺസൺ അവர்களுണ്ട്. നമ്മുടെ കാറ്റഗിസത്തിന് നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും യുവജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് അത്ഭുതകരമായ ഒരു നേതൃത്വം നൽകുന്ന നമ്മുടെ ജെറിൻ ബ്രദർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആരാധനാ മഠത്തിലെ സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. മറ്റ് വിശ്വാസ പരിശീലകർ ഈ കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. മാതാപിതാക്കളുടെ സാന്നിധ്യവും സഹകരണവുമാണ് ഞങ്ങളുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിന് ഏറ്റവും എനർജി നൽകുന്നത്. നിരവധി മാതാപിതാക്കൾ ഇന്ന് ദിവ്യബലിയിലും ഇവിടെയുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളെയും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾ കലാപരിപാടികൾക്കായിട്ടുള്ള ഒരുക്കത്തിലാണ്. ബാക്കിയുള്ളവരാണ് ഇന്ന് വേദിയിൽ എത്തിയിരിക്കുന്നത്. കലാപരിപാടികൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ജിയോ സാർ. സ്വാഗതം ചെയ്ത് സംസാരിച്ച ജിയോ സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നു.
നമ്മുടെ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെയും സ്റ്റാഫ് സെക്രട്ടറിയായി അക്ഷീണം പ്രവർത്തിച്ചു വരുന്ന ജോജി സാറിനെ റിപ്പോർട്ട് അവതരണത്തിനായി ക്ഷണിച്ചുകൊടുക്കുന്നു. വാർഷിക റിപ്പോർട്ട് 2023-2024 നന്മയിൽ വളരാം എന്ന ആപ്തവാക്യം മുറിയെ പിടിച്ചുകൊണ്ട് ആരംഭിച്ച 2023-2024 വിശ്വാസ പരിശീലന വർഷത്തെ ഏറെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി കുട്ടികളും വിശ്വാസ പരിശീലകരും മാതാപിതാക്കളും ഏറ്റെടുത്തു. തിന്മയുടെ ദുരാമാർഗത്തിനെതിരെ പോരാടുവാനും ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാനും തിന്മയ്ക്കെതിരെ ചെറുത്തു നിൽക്കുവാനും നന്മ നിറഞ്ഞ ജീവിതശൈലി സ്വന്തമാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത ആപ്തവാക്യം ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായി. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക്. പ്രാർത്ഥനാ ദിനം. പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി മെയ് 27 ശനിയാഴ്ച വിശ്വാസ പരിശീലകരുടെ മീറ്റിംഗ് നടത്തുകയും അന്നേ ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയും ചെയ്തു. വികാരി ജോഷിയത്തിന്റെ നേതൃത്വത്തിൽ 1 മണിക്കൂർ ദിവ്യഗാന ആരാധനയും തുടർന്ന് മീറ്റിംഗും നടത്തി. എല്ലാവരും കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന പരസ്പര സ്നേഹവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്നതെന്നായിരുന്നു. പ്രവേശനോത്സവം. വിശ്വാസ പരിശീലന ക്ലാസുകളുടെ ആരംഭമായ ജൂൺ 4 ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയ്ക്കും കാഴ്ച സമർപ്പണത്തിനും അധ്യാപകർ നേതൃത്വം നൽകി. കുട്ടികളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രവേശനോത്സവം ജൂൺ 11 ഞായറാഴ്ചയായിരുന്നു. അന്നേ ദിവസം 1ാം ക്ലാസ്സിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ചേർന്ന് കാഴ്ച സമർപ്പണത്തിൽ പങ്കുചേർന്നു. പാരിഷ് കാറ്റഗിസം കൗൺസിൽ ഇടവയിൽ വിശ്വാസ പരിശീലനത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ മൂറിയ 2023 സംഘടിപ്പിച്ചു. ജൂലൈ 25 ഞായറാഴ്ചയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. രാവിലെ 8:30 ദിവ്യബലിക്ക് ശേഷം മാതാപിതാക്കൾക്കായി ക്രിസ്തീയ മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൻഡ് ഡോക്ടർ പോൾ കൈത്തോട്ടങ്കൽ അച്ഛൻ ക്ലാസ് എടുത്തു. ഈ സമയത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടി ദൈവത്തിന്റെ നല്ല മക്കളായിരിക്കാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൻഡ് സിസ്റ്റർ രമ്യ തെരാസ് ആൻഡ് ടീം ക്ലാസ് നൽകി. വീഡിയോകൾ പ്രദർശിപ്പിച്ചും പാട്ടുകൾ പാടിയും നൃത്തമാടിയും കുട്ടികളുടെ ക്ലാസുകൾ രസകരവും അർത്ഥവത്തും ഉള്ളതാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ക്ലാസുകൾക്ക് ശേഷം മാതാപിതാക്കളിൽ നിന്നും PCC പ്രസിഡന്റിനെയും ഓരോ കുടുംബത്തിൽ നിന്നും PCCയിലേക്ക് ഓരോ പ്രതിനിധിയെയും തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിന് ശേഷം 11 മുതൽ 11:30 വരെ എല്ലാവരും ഒരുമിച്ച് ദിവ്യഗാന ആരാധന നടത്തി. ബ്രദർ ഷെറിൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. PCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ലൈലു ജോസഫ് എല്ലാവർക്കും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഏഞ്ചൽസ് ആർമി. വിശുദ്ധ കുർബാനയിലെ കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓരോ ക്ലാസ്സിൽ നിന്നും അനുയോജ്യരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഏഞ്ചൽസ് ആർമി രൂപീകരിച്ചു. മറ്റു കുട്ടികൾ കൂടി പ്രചോദനമാകുന്ന വിധത്തിൽ ഓരോ ക്ലാസ്സിലെയും ആദ്യ വരിയിൽ നിർത്തുകയും ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും പ്രചോദിപ്പിക്കുകയും ചെയ്തു. ലോഗോസ് ആർമി. ലോഗോസ് ക്വിസിൽ ഉയർന്ന മാർക്ക് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ലോഗോസ് ആർമി രൂപീകരിച്ചു. 5ാം ക്ലാസ് മുതൽ ഓരോ ക്ലാസ്സിലെയും മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും അവരുടെ നേതൃത്വത്തിൽ ചോദ്യങ്ങൾ തയ്യാറാക്കി മറ്റു കുട്ടികളോട് ചോദിക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് ഇത് വലിയ പ്രയോജനമായിരുന്നു. ഫെസ്റ്റിവൽ ഓഫ് ഹാപ്പിനെസ്. 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ബറോഡോ തലത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഓഫ് ഹാപ്പിനെസ് എന്ന പരിപാടി നമ്മുടെ ഇടവയിൽ വെച്ചാണ് നടത്തിയത്. 10/8/2023 ഞായറാഴ്ച സെന്റ് ലൂയിസ് കാർമേജിൽ നടന്നു. ആ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ കഴിഞ്ഞതിൽ നാം അഭിമാനിക്കുന്നു. ഓണാഘോഷം. ഓഗസ്റ്റ് 27 ഞായറാഴ്ച ഓണാഘോഷം നടത്തി. കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ച് തിരുവാതിര സഖ്യം, CLC എന്നീ വിഭാഗങ്ങൾക്കായി പ്രത്യേക മത്സരങ്ങളും കളികളും സംഘടിപ്പിച്ചു. ബ്രദർ ഷെറിൻ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകി. വിജയികൾക്ക് സമ്മാനം നൽകി. തുടർന്ന് കുട്ടികൾക്ക് പായസം നൽകി ഓണാഘോഷം ഗംഭീരമാക്കി. അധ്യാപക ദിനം. മുൻ വർഷങ്ങളിലെ പോലെ 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നവംബർ 4 ഞായറാഴ്ച ഇടവകയിൽ വിശ്വാസ പരിശീലകരുടെ ദിനമായി ആഘോഷിച്ചു. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്കും കാഴ്ച സമർപ്പണത്തിനും അധ്യാപകർ നേതൃത്വം നൽകി. ദേവാലയത്തിനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഇടപെടലുകളിൽ ക്ലാസ് ഡിയിലെ പിടിച്ച് വിശ്വാസ പരിശീലകരെ ആനയിച്ചെത്തി. വികാരി അച്ഛൻ, PCC പ്രസിഡന്റ് ശ്രീ ലൈലി ജോസഫ്, കൈക്കാരന്മാർ, കുട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ആശ്വാസങ്ങൾ നേരത്തെ സംസാരിച്ചു.
അധ്യാപകർക്ക് 12ാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകളും പൂക്കളും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. വിശ്വാസ പരിശീലന ക്ലാസ്സിന് ശേഷം അധ്യാപകർ വികാരി അച്ഛനോടൊപ്പം കേക്ക് മുറിക്കുകയും ഭക്ഷണത്തിൽ പങ്കുവരികയും ചെയ്തു. ഇടവക സമൂഹം നൽകിയ സ്നേഹാദരവർക്ക് മത്സര ശ്രീ ജിയോ ബേബി സാർ നന്ദി അർപ്പിച്ചു. ക്രിസ്തുരാജന്റെ തിരുനാമങ്ങളനുബന്ധിച്ച് ക്ലാസ് അടിസ്ഥാനത്തിൽ തത്സമയ മത്സരം സംഘടിപ്പിച്ചു. ഓരോ ക്ലാസും ക്രിസ്തു രാജാവാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു പരിപാടി 3 മിനിറ്റ് ദൈർഘ്യമുള്ള അവതരിപ്പിക്കണമെന്നായിരുന്നു മത്സരം. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ഗ്രൂപ്പായി വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ചു. ആക്ഷൻസും നൃത്തം, സ്കിറ്റ്, ബൈബിൾ, ദൃശ്യാവസ്കരണം എന്നിങ്ങനെയുള്ള പരിപാടികളാണ് അവർ അവതരിപ്പിച്ചത്. ലോഗോസ് മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും ഇടവകയിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ലോഗോസ് ക്വിസിൽ രജിസ്റ്റർ ചെയ്തു. 75% കുട്ടികൾ ക്വിസിൽ പങ്കെടുത്തു. ഇടവക തലത്തിൽ നടത്തിയ ലോഗോസ് ക്വിസ് മത്സരത്തിന് വേണ്ട നിർവഹണം ചെയ്തത് വിശ്വാസ പരിശീലന വിഭാഗമാണ്. അഭിമാന നേതൃത്വം ഇടവകയ്ക്ക് അഭിമാന നേതൃത്വം നൽകിക്കൊണ്ട് 9ാം ക്ലാസ്സിലെ അൽനാറോ ഷിബു കാലത്ത് 96 മാർക്കോടെ ഇടവക തലത്തിൽ 1ാം സ്ഥാനവും അതിരൂപ തലത്തിൽ 2ാം സ്ഥാനവും നേടുകയുണ്ടായി. അതിനേക്കാളുപരി സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും ദേശീയ തലത്തിൽ 4ാം സ്ഥാനവും നേടി ഇടവകയുടെ അഭിമാനപാത്രമായി. ഔട്ട്റീച്ച് പ്രോഗ്രാം 11ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം ഭാഗമായി കുട്ടികളും ക്ലാസ് ടീച്ചർ ലിൻസി ടീച്ചറും ചേർന്ന് കരിമല്ലൂരിലെ മക്കള സദൻ എന്ന പദ്ധതി മണ്ഡലം സന്ദർശിച്ചു. അവർക്ക് ആവശ്യമുള്ള നിത്യോപകരണ വസ്തുക്കളും അന്നേ ദിവസത്തെ ഉച്ചഭക്ഷണം കുട്ടികൾ നൽകി. കളിയും പാട്ടുകളും ഡാൻസുമായി കുട്ടികൾ അവരോടൊപ്പം ചെലവഴിച്ചു. അഡോപ്റ്റീവ് ഫാമിലി 12ാം ക്ലാസ്സിലെ കുട്ടികൾ അഡോപ്റ്റീവ് ഫാമിലി എന്ന പരിപാടി ഭാഗമായി ഇടവകത്തിൽപ്പെട്ട 2 കുടുംബങ്ങളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് നിത്യോപകരണങ്ങളും സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി. മൈ ഗുഡ്നസ് ഡയറി നന്മയിൽ വളരാമെന്ന ആപ്തവാക്യം ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ജീവിതശൈലി സ്വന്തമാക്കാൻ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി ഒന്നായിരുന്നു മൈ ഗുഡ്നസ് ഡയറി. ഒരു ചെറിയ നോട്ട്ബുക്കിൽ ഓരോ ദിവസവും തങ്ങൾ ചെയ്ത നന്മ പ്രവർത്തികൾ കുട്ടികളിലേക്ക് വരികയും ഓരോ ഞായറാഴ്ചയും അധ്യാപകർ അതിനുവേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തു. പരീക്ഷകൾ അതിരൂപതത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് 2 സെമസ്റ്റർ പരീക്ഷകൾ കൃത്യമായി നടത്തി. മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ ഉത്തരക്കടലാസുകൾ ഫെറോണിൽ എത്തിച്ചു. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ കുമാരി അൽനാറോ ഷിബു 8ാം ക്ലാസ്സിൽ നിന്നും സ്കോളർഷിപ്പ് അർഹരായി. ജന്മദിനാഘോഷം ഇടവകാരി ജോഷിയത്തിന്റെ ജന്മദിനം ജനുവരി 25-നാണെങ്കിലും വിശ്വാസപാലത്തിന്റെ വിവാഹം ജനുവരി 21 ഞായറാഴ്ച അച്ഛന്റെ ജന്മദിനം ആഘോഷിച്ചു. കുട്ടികളുടെ പ്രതിനിധികൾ അച്ഛന് ആശംസകൾ നേരി സംസാരിച്ചു. പ്രദർശനത്തിന്റെ നേതൃത്വത്തിൽ വലിയ പോസ്റ്ററുകളും വീഡിയോകളും തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. അച്ഛൻ കേക്ക് മുറിക്കുകയും എല്ലാവർക്കും മധുരം കൊടുക്കുകയും ചെയ്തു. സ്റ്റാഫ് മീറ്റിംഗ് ഓരോ മാസവും നിശ്ചിത ദിവസം വൈകുന്നേരം 6 മണിക്ക് വിശ്വാസ പരിശീലകർ വികാരിച്ചന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് 1 മണിക്കൂർ ആരാധന തുടർന്ന് മീറ്റിംഗും സ്നേഹവും നടത്തിപ്പോന്നു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾക്ക് ശേഷം മീറ്റിംഗ് നടത്താറുണ്ട്. അതിരൂപത ഫെറോന തലങ്ങളിൽ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങളും പരിപാടികളും ഹെഡ്മാസ്റ്റർ കൃത്യമായി അറിയിക്കുകയും ചർച്ച ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. വിശ്വാസ പ്രഖ്യാപനം 12ാം ക്ലാസ്സിൽ കുട്ടികളുടെ വിശ്വാസ പരിശീലന പ്രഖ്യാപനവും യാത്രയുടെ സമ്മേളനവും ഫെബ്രുവരി 25 ഞായറാഴ്ച പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു. അന്നത്തെ 8:30 ദ്വീപിലിയിൽ കുട്ടികൾ അവരുടെ മാതാപിതാക്കളോട് ചേർന്ന് പങ്കെടുക്കുകയും ഒരുമിച്ച് കാര്യസമ്മേളനത്തിൽ പങ്കുവരികയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും കാലസ്വസ്ഥ പ്രാർത്ഥനകൾ കുട്ടികൾ നേതൃത്വം നൽകി. ദ്വീപിലേക്ക് ശേഷം ഹെഡ്മാസ്റ്റർ ശ്രീ ജിയോ ബേബി സാറും ക്ലാസ് ടീച്ചർ ലിനി റോസും ഇടവക പ്രതിനിധികളും ചേർന്ന് ആശംസകൾ നൽകി. തുടർന്ന് അധ്യാപകർക്കൊപ്പം കുട്ടികൾ സ്നേഹത്തിൽ പങ്കുചേർന്നു. എല്ലാ വിശ്വാസവലികർക്കും കുട്ടികൾ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ 1 വർഷത്തോളം നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്ത ക്ഷേത്രപ്രതിനിധിനെ സന്തോഷം നൽകി. 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലനായിരുന്ന ബ്രദർ ഇടവകയ്ക്ക് നൽകിയ സേവനങ്ങൾക്ക് വികാരിച്ച് നന്ദി പറഞ്ഞു. മീറ്റിംഗിന്റെ അവസാനം ബ്രദറും കുട്ടികളും ചേർന്ന് ആത്മീയ ചെയ്യുകയും എല്ലാവർക്കും നന്ദി അറിയിച്ച് സംസാരിച്ചു. വാർഷികാഘോഷം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വിശ്വാസ പരിശീലകർക്കും ഏറെ സന്തോഷം നൽകിയുണ്ടായിരുന്നു. ജൂലൈ 2002 നടത്തപ്പെട്ട വാർഷികാഘോഷം വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെയും മാതൃസഭ കമ്മിറ്റി സംഘടനകളുടെയും സംയുക്ത വാർഷികവും ബഹുമാനപ്പെട്ട മദർ ലിനി റോസിന്റെ സഭാവസ്ഥ സ്വീകരണത്തിന്റെ സിൽവർ ജൂബിലിയും ആഘോഷം സമുചിതമായി കൊണ്ടാടി. അതിരൂപത വിശ്വാസ പരിശീലന വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ റവൻ ഫാദർ ജോസ് വടക്കൻ കർമ്മ നിർവഹിച്ചു. ഇടവകാരി ഫാദർ ജോഷി കളപ്പുറത്തെ അധ്യക്ഷപദം അലങ്കരിച്ചു. മതബോധന പരീക്ഷയിൽ ഓരോ ക്ലാസ്സിൽ നിന്നും 1ഉം 2ഉം സ്ഥാനം നേടിയ കുട്ടികൾക്കും മുഴുവൻ ഹാജർ നേടിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. LP, UP, സ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു. അധ്യാപകർ ചേർന്ന് സ്കിറ്റും അവതരിപ്പിച്ചു.
IBC 2021-24 വിശ്വാസ വർഷത്തെ IBC പ്രോഗ്രാം ഏപ്രിൽ 19, 20, 21 വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ നടത്തപ്പെട്ടു. എറണാകുളം നിർമ്മാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾ ബ്രദർ അലന്റെ നേതൃത്വത്തിൽ കുട്ടികളോട് പരിശീലനം നൽകി. ഇടവയിലെ വൈദിക വിദ്യാർത്ഥികളായ ബ്രദർ ബെൻഹർ, ബ്രദർ മാർട്ടിൻ എന്നിവരും IBC പങ്കാളിയായി. LP കുട്ടികൾക്കായുള്ള ക്ലാസുകളും കളികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നു. കളികളും പാട്ടുകളും ഡാൻസ് ക്ലാസ്സുമായി വളരെയധികം ആവേശത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് കുട്ടികളെല്ലാവരും ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തത്. ആദ്യ ദിവസത്തെ പതാക ഉയർത്തൽ, ബൈബിൾ പ്രതിഷ്ഠ ഉദ്ഘാടനം തുടങ്ങിയ പ്രതിവികാരി ഫാദർ ടോം മുളഞ്ചിറ നേതൃത്വം നൽകി. ആദ്യത്തെ 2 ദിവസങ്ങളിൽ കുട്ടികൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും അവസാന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ബിരിയാണി നൽകി കുട്ടികളെ സംതൃപ്തരാക്കി. ഉപസംഹാരം. കുട്ടികൾക്കും വിശ്വാസ പരിശീലകർക്കും മാതാപിതാക്കൾക്കും ഏറെ പുതുമയ സമ്മാനിക്കാൻ 2023-24 വിശ്വാസ പരിശീലന വർഷത്തിന് കഴിഞ്ഞു. ഏഞ്ചൽസ് ആർമി, ലോകസ് ആർമി, മൈ ഗുഡ്നസ് ഡയറി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ അമരക്കാരനായിരുന്ന ഞങ്ങളുടെ വികാരി സ്നേഹവാനപ്പെട്ട വിഷയത്തിനും മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കുകയും പിന്നിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശുശ്രൂഷ മനോഭാവത്തോടെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഹെഡ്മാസ്റ്റർ ഡോക്ടർ GM ബേബി സാറിന് കൂടെ കൈകോർത്ത് പിടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിച്ച എല്ലാ വിശ്വാസ പരിശീലകർക്കും പിന്തുണ നൽകിയ PCCയെയും ലോകസമൂഹത്തെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. വാദങ്ങളിൽ തീക്ഷണതയും ആഴത്തിലുള്ള വിശ്വാസവും സ്വതസിദ്ധമായ സംസാര ശൈലിയും സ്വായത്തമാക്കിയ ബഹുമാനപ്പെട്ട ജിബി പൂശക്കാടശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വാർഷിക ആഘോഷ മീറ്റിംഗിന്റെ അധ്യക്ഷനും നമ്മുടെ ഇടവകയുടെ വികാരിയുമായ തോമസ്, ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും കരുത്ത് നൽകുന്ന ഒരു വികാരിയച്ഛൻ്റെ സന്തത സഹചാരികളും സഹപ്രവർത്തകരുമായിരിക്കുന്ന കൈക്കാരന്മാര്, വൈസ് ചെയർമാൻ ജിയോ ബേബി സാറിന്റെ നേതൃത്വത്തിലുള്ള കാറ്റഗിസം ടീം തുടങ്ങി ഈ വിശ്വാസ പരിശീലന വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇതിനെ വളർത്തുന്ന തുരുത്തിപ്പുറം ഇടവകയിലെ അൽമായ പ്രേക്ഷിതരായിട്ടുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, ഫൊറോന പ്രൊമോട്ടറായി ഈ വേദിയെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ബൈജു പൗലോസ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശ്വാസ പരിശീലന രംഗത്തെ പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് ഏലിയ സ്ലീവാമോശ കാലം ആരംഭിച്ചിരിക്കുകയാണ്. ഈശോയുടെ 2ാമത്തെ ആഗമനം ആണ് അതിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഇന്നത്തെ വിശുദ്ധ കുർബാനകളിൽ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, താബോർ മലയിലേക്ക് കയറിപ്പോയ ഈശോ രൂപാന്തരപ്പെടുന്ന ഒരു രംഗമാണ് അവിടെ കാണുക. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട 12 പേരെ തിരഞ്ഞെടുത്തതിൽ നിന്ന് ഒരു 3 പേരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അതിന്റെ സാക്ഷികളാകാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരെ 3 പേരെ മാത്രമായിട്ട് കൊണ്ടുപോയത് എന്ന് ചില സംഭവങ്ങളിൽ നമുക്ക് കാണാം. ലൂക്കാസ് സുവിശേഷത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അവര് 2 പേരായിരുന്നു. ഇങ്ങനെയുള്ള പല അവസരങ്ങളിൽ ഈശോയുടെ ദിവ്യത്വം ദർശിക്കുന്ന ആളുകളെ നമുക്ക് കാണാറുണ്ട്. ഞാൻ എപ്പോഴും ഒരു ഇടവക ദേവാലയത്തെ ഈ താബോർ മലയുടെ പ്രതീകമായി എനിക്ക് തോന്നാറുണ്ട്.
ഈശോ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഈ 3 ശിഷ്യന്മാര് നോക്കുമ്പോ അവിടെ ഈശോയോടൊപ്പം മോശയും ഏലിയ പ്രവാചകനും നിൽക്കുന്നത് അവര് കാണുകയാണ്. താഴോട്ടിറങ്ങി വരുമ്പോ ഈശോ അവരോട് പറയുക, എന്റെ പീഡാസഹനത്തിനും മരണത്തിനും ശേഷമേ നിങ്ങൾ ഈ വിവരം പുറത്തു പറയാവൂ എന്നുള്ളതാണ്. സുവിശേഷം പറയുന്നത് എന്താണ് പീഡാസഹനമെന്നോ എന്താണ് മരണമെന്നോ ഒന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ ഈ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളിൽ 12 വർഷം കൊണ്ട് എല്ലാ വക ദൈവശാസ്ത്രവും പഠിക്കുന്നു. സാക്രമെന്റൽ തിയോളജി, കൂദാശകളുടെ ദൈവശാസ്ത്രം, പ്രമാണങ്ങൾ, സഭാചരിത്രം. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. ഈ പള്ളിയിൽ കയറി വരുമ്പോ ഈ മോശയും ഏലിയായും നിൽക്കുന്നത് പോലെ നമുക്കിങ്ങനെ തലയിൽ മുടിയൊന്നും ഇല്ലാത്തൊരു വികാരിച്ചൻ നടുക്ക് നിൽപ്പുണ്ട്. ജിയോ സാറിനെ പോലെ ഒരു ഹെഡ് മാസ്റ്റർ ഇടതുവശത്ത് നിൽപ്പുണ്ട്. യൂണിഫോം ഇട്ട അധ്യാപകർ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ നിൽപ്പുണ്ട്. ഇവര് നിൽക്കുന്നതിന്റെ കൂടെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. ഇവരെന്തൊക്കെയോ ഒരു ദൈവത്വം അവിടെ ദർശിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ സംഗതി പിടിച്ചു കയറുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. എനിക്ക് തോന്നാറുണ്ട് അവരൊന്നും മോശക്കാരൊന്നുമല്ല. അവരുമൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവം പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അവൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് 3 പേരെ പ്രത്യേകമായിട്ട് വിളിച്ച് താബോർ മലയുടെ മുകളിലേക്ക് അവൻ കയറ്റുന്നുണ്ട്. അവിടെ വെച്ച് അവരത് ദർശിക്കുന്നുണ്ട്. ഞാനും ടോമച്ചനും ഒക്കെ ഒരുമിച്ച് മൈനർ സെമിനാരിയിൽ പഠിച്ചവരാണ്. ഞങ്ങൾ ഈ പൗരോഹിത്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടൊന്നുമല്ല സെമിനാരിയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ താബോർ മലയുടെ മഹത്വം കണ്ടുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോ അവിടെ ഈ ദൈവത്വം നമ്മൾ ദർശിക്കുകയാണ്. അത് ആരിലൂടെ അവര് ദർശിക്കുന്നു എന്നുള്ളതാണ്. അവനിൽ വന്ന് വീഴുന്ന ഒരു പ്രകാശമാനത്തേക്കാൾ ഉപരിയായി അവരുടെ ഇടതുവശത്ത് ഏലിയ പ്രവാചകനെയും മോശയെയും കാണുന്നത് പോലെ ദൈവത്തിന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന വികാരിയച്ഛന്മാരെ അവർ കാണുന്നു. അവരുടെ അധ്യാപകരെ അവർ കാണുന്നു. എല്ലാറ്റിലും ഉപരി അവരുടെ മാതാപിതാക്കളെ അവർ കാണണം. അങ്ങനെ കാണുമ്പോഴാണ് ഇവരിൽ ഓരോ ദിവസവും വിശ്വാസം വർദ്ധിച്ചു വരിക. അത് നമ്മൾ ഈ 3 മണിക്കൂർ എടുക്കുന്ന ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിലോ ഒരു വേദപാഠ ക്ലാസിന്റെ 1.5 മണിക്കൂറിലോ നിൽക്കുന്നതല്ല. ഈ ഇടവകയിലെ ഒരു കാറ്റഗിസം ടീച്ചർ ആഴ്ചയിലെ 7 ദിവസവും മാസത്തിലെ 30 ദിവസവും അവർക്കൊരു ദിവ്യപ്രഭാവം പകർന്നു കൊടുക്കുന്നവരാകുമ്പോഴാണ് അവരുടെ ജീവിതങ്ങളിൽ ഈ പ്രകാശം വർഷിക്കുക. ഇവിടെ ഇരിക്കുന്ന വികാരിയച്ഛന്മാര് ജീവിതത്തിൽ എല്ലാ നിമിഷവും അവർക്ക് വേണ്ടിയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അധ്വാനിക്കുമ്പോഴാണ് ഈ പ്രകാശം അവർക്ക് ലഭിക്കുക. നിങ്ങളുടെ വീട്ടിൽ വന്ന കുഞ്ഞുങ്ങളോട് സന്ധ്യാപ്രാർത്ഥന ചെല്ലണമെന്ന്, കാരണവന്മാർക്ക് സ്തുതി ചെല്ലണമെന്ന് നീ പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിന്റെ വീട്ടിൽ വന്ന് വികാരിയച്ഛൻ വെഞ്ചരിച്ചു പ്രതിഷ്ഠിക്കുന്ന ഇടവകയുടെ അൾത്താരെ എന്ന് വിളിക്കുന്ന ഈ പ്രതിഷ്ഠാരൂപത്തിന്റെ മുൻപിൽ നിന്ന് ആ ദിവസത്തെ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാനെന്ന് എല്ലാം നമ്മൾ പറയുമ്പോ അവര് ദർശിക്കുന്നതാണ് ആ ദിവ്യപ്രഭാവം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ജിയോമാഷ് പറഞ്ഞല്ലോ, നിങ്ങൾ പാരീഷ് കൗൺസിൽ കൂടിയപ്പോ കൊടുക്കാൻ നിശ്ചയിച്ച സമ്മാനം പോരാ, അതിനിരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന്. കൊടുക്കുന്നത് പണമായിരിക്കും, പക്ഷെ കുട്ടികളുടെ ഉള്ളിൽ ലഭിക്കുന്നത് ഒരു ദിവ്യപ്രഭാവമാണ്. കാരണം
എന്തോ ഒരു പ്രത്യേകത ഈ പഠനത്തിന് ഈ ഇടവകയിലെ ആത്മായ നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത. പ്രിയമുള്ളവരെ, ആ പ്രഭാവമാണ് അവരിൽ നിന്ന് നല്ല അൽമായരെ, നല്ല കുടുംബത്തെ, നല്ല പൗരോഹിത്യത്തെ, നല്ല സന്യാസത്തെ, നല്ല സമർപ്പിത ജീവിതത്തെ എല്ലാം രൂപം കൊള്ളുന്നത്. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരിൽ ആരെങ്കിലും മുടങ്ങാതെ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ, എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ കൃത്യമായി നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ, യൂക്കറിസ്റ്റിക് തിയോളജിയുടെ, കുർബാനയുടെ ദൈവശാസ്ത്രത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ അപ്പനും അമ്മയും പായം കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമേ നമ്മൾ കുർബാനയ്ക്ക് പോയിട്ടുള്ളൂ. അന്ന് നമുക്ക് ഈ കുർബാനയുടെ ദൈവശാസ്ത്രമൊന്നും മുഴുവൻ അറിയാൻ പാടില്ല. പക്ഷെ ഇന്ന് നമ്മൾ മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ, അന്ന് നമ്മുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിച്ച ആ ദിവ്യപ്രഭാവത്തിന്റെ ബാക്കിപത്രമായി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അത് നിലനിൽക്കുകയാണ്. തുരുത്തിപ്പുറം ഇടവക വിശ്വാസ പരിശീലനത്തിന്റെ കാര്യത്തിൽ എത്രയേറെ മുൻപന്തിയിൽ നിൽക്കുന്നതും എത്രയേറെ പ്രാധാന്യം നൽകുന്നതുമാണ് എന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ദൈവം ഒരു ഭാഗ്യം കൂടി നൽകാറുണ്ട്. ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന നല്ല വൈദികരെ ഈ ഇടവകയിൽ വികാരിമാരായി ലഭിക്കാറുണ്ട്. അവരോട് ചേർന്ന് നിൽക്കുന്ന നല്ല അധ്യാപകരുടെ സമൂഹം നമുക്കുണ്ടാകുന്നുണ്ട്. അവരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഇടവകയുടെ പ്രതിനിധി യോഗവും മറ്റ് നേതൃത്വവും നമുക്കുണ്ടാകുന്നുണ്ട്. കുട്ടികളെ സ്നേഹത്തോടെ ശുഷ്കാന്തിയോടെ ദേവാലയത്തിലേക്ക് പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾ നമുക്കുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ ഒരു വാർഷികം ഏറ്റവും ആഘോഷമായി സമുചിതമായി കൊണ്ടാടാൻ നിങ്ങൾ അർഹരാണ് എന്നുള്ളതാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഈ 2024 വിശ്വാസ പരിശീലനത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇതിനോട് സഹകരിക്കുന്ന സകലരോടും എല്ലാ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹവും അറിയിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.